Welcome. Greetings from Kindergarten at Bethesda in the mighty and marvelous name of our Lord and Savior Jesus Christ. Dear sisters and brothers, നാം എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന രാജ്യം ലോകത്തിലെ മറ്റേത് രാജ്യങ്ങളെയുംകാൾ പ്രത്യേകതയുള്ള ഒരു രാജ്യമായി ലോകം ഗണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ, ആ യഹൂദന്മാരെ വളരെ പ്രത്യേകതയുള്ള ഒരു ജനതയായി ജനം മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേലിനെ അങ്ങനെ ആക്കിയിരിക്കുന്നത്? ദൈവത്തെപ്പറ്റി നമുക്കറിയാവുന്നത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നാണ്. ഗോഡ് ഇസ് നോ റെസ്പെക്ടർ ഓഫ് പേഴ്സൺസ്. രാജ്യങ്ങളോടും അങ്ങനെ തന്നെ. ഗോഡ് ഇസ് നോ റെസ്പെക്ടർ ഓഫ് നേഷൻസ്. പക്ഷേ നാം ഇവിടെ കാണുന്നത് മറിച്ചാണ്. വിശുദ്ധ ബൈബിൾ നാം നോക്കുകയാണെങ്കിൽ തന്നെ ഇസ്രായേൽ ജനതയെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന അവരുടെ പുസ്തകമായാണ് അത് കാണപ്പെടുന്നത്. ഓഫ് കോഴ്സ്, സർവശക്തനായ ദൈവത്തിൻ്റെ ജനത്തോടുള്ള ഇടപെടലുകൾ, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സർവശക്തി, ഇതെല്ലാം വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിന് മുമ്പ്, അതായത് ബിഫോർ ക്രിസ്ത്യൻ ഇറ, ഇസ്രായേൽ രാഷ്ട്രം രൂപപ്പെട്ട് അവിടെ രാജാക്കന്മാർ ഭരണം നടത്തിയപ്പോൾ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിരുന്നു കിങ് സോൾ അല്ലെങ്കിൽ ശൗൽ രാജാവ്. ശൗലിന് ശേഷം ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി. ദാവീദിന് ശേഷം ദാവീദിൻ്റെ മകനായിരുന്ന ശലോമോൻ രാജാവായി. ശലോമോന് ശേഷം ശലോമോൻ്റെ മകനായിരുന്ന രഹബയാം വാഴ്ച തുടങ്ങിയപ്പോൾ ആ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. തെക്കേ രാജ്യമായ കിങ്ഡം ഓഫ് ജൂദ, അതുപോലെ വടക്കേ രാജ്യമായ കിങ്ഡം ഓഫ് ഇസ്രയേൽ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വടക്കേ രാജ്യമായ കിങ്ഡം ഓഫ് ഇസ്രയേലിൽ യഹൂദന്മാർ ഉണ്ടായിരുന്നില്ല. യഹൂദന്മാരെല്ലാം തെക്കേ രാജ്യമായ കിങ്ഡം ഓഫ് ജൂദയിലാണ്. യഹൂദന്മാർ അല്ലെങ്കിൽ ജ്യൂസ് എന്ന വാക്ക് വിശുദ്ധ ബൈബിളിൽ ആദ്യമായി നാം കാണുന്നത് 2 Kings chapter 16 verse 6 സിറിയയുടെ രാജാവായിരുന്ന റസീൻ ഒരിക്കൽ ഈ തെക്കേ രാജ്യമായ കിങ്ഡം ഓഫ് ജൂദ ആക്രമിക്കുവാൻ പുറപ്പെട്ടു. അന്ന് അവിടെ രാജാവായിരുന്നത് ആഹാസ് ആയിരുന്നു. ഈ സിറിയൻ രാജാവ് ആരെയാണ് കൂട്ടുപിടിച്ചത്? ഈ വടക്കേ രാജ്യമായ ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന പേക്കഹിനെയാണ്. വേഴ്സ് 5 നമുക്ക് നോക്കാം. Then King Rezin of Syria and King Pekah of Israel declared war on Ahaz and besieged Jerusalem, but they did not conquer it. However, at that time, King Rezin of Syria recovered the city of Elath for Syria. He drove out the Jews and sent Syrians to live there. ഏലത്ത് പട്ടണം പിടിച്ചെടുത്ത് അവിടുത്തെ യഹൂദന്മാരെയെല്ലാം പുറത്താക്കി സിറിയക്കാരെ കൊണ്ടുവന്ന് പാർപ്പിച്ചു എന്നാണ് നാം ഇവിടെ വായിച്ചത്. ഇനി നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ലോകം ഇസ്രായേലിനെ പ്രത്യേകതയുള്ള ഒരു രാജ്യമായി ഗണിക്കുന്നത് എന്ന്. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ എന്തെങ്കിലും മേന്മ കൊണ്ടല്ല ദൈവം അവരെ തിരഞ്ഞെടുത്തത്. They were not chosen for special favors. അങ്ങനെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം പ്രത്യേക പ്രീതി ഒന്നും ദൈവത്തിനില്ലായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അഥവാ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുവാൻ ദൈവത്തിന് ഒരു രാജ്യം അഥവാ ഒരു ജനതയെ ആവശ്യമായിരുന്നു. ആ ഉദ്ദേശത്തോടുകൂടെ തന്നെയായിരുന്നു ദൈവം മനുഷ്യരാശിയെ അഥവാ ആദത്തിനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യരാശി പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാതെയാക്കി. മനുഷ്യൻ്റെ സത്വം തന്നെ നശിപ്പിച്ച ആ സ്ഥിതിയിൽ ഒരു ജലപ്രളയം മൂലം
ദൈവം മനുഷ്യരാശിയെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. തൻ്റെ ദൃഷ്ടിയിൽ നീതിമാനായി കണ്ട നോഹയെയും കുടുംബത്തെയും മാത്രമാണ് ദൈവം ജലപ്രളയത്തിൽ നിന്ന് രക്ഷിച്ചത്. പിന്നീട് നാം കാണുന്നത് ഈ നോഹ തുടങ്ങി 7-ാം തലമുറക്കാരനായ ഒരുവനെ ദൈവം കണ്ടുപിടിക്കുന്നതായി. ദൈവം കണ്ടുപിടിച്ച ആ വ്യക്തിയുടെ പേരാണ് അബ്രഹാം. അബ്രഹാം എന്ന പേര് ദൈവം പിന്നീട് മാറ്റിയിട്ടതാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് അബ്രാം എന്ന് മാത്രമായിരുന്നു. കൽദേരുടെ നാടായ ഊരിൽ നിന്നും ദൈവം അബ്രാമിനെ വിളിച്ചിറക്കി. മെസ്സപ്പൊട്ടേമിയയിലെ ഹാരാനിൽ ചെന്ന് പാർത്തിരുന്ന ഈ അബ്രാം സത്യദൈവ ആരാധനക്കാരനായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ആരാധനക്കാരനായിരുന്നു. ദൈവം അബ്രാമിൽ കണ്ട മേന്മകൾ ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ അനുസരണമാണ്. രണ്ടാമതായി തന്നെ വിളിച്ചിറക്കിയ ദൈവത്തിലുള്ള വിശ്വാസം. മൂന്നാമതായി അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി. തുടർന്ന് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നു. ദൈവം അബ്രഹാമിന് അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും കൊടുക്കുന്നു. ബ്ലെസ്സിങ്സ് ആൻഡ് പ്രോമിസസ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നാം കാണുന്നത് അതാണ്. God told Abram, "Leave your own country behind you and your own people and go to the land I will guide you to. If you do, I will cause you to become the father of a great nation." ഇന്നത് നിവർത്തിയായ സഹോദരങ്ങളെ, അബ്രഹാമിന് ദൈവം കൊടുത്ത ഈ വാഗ്ദത്തം. ഇന്ന് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവാണ് അബ്രഹാം. I will bless you and make your name famous, and you will be a blessing to many others. I will bless those who bless you and curse those who curse you, and the entire world will be blessed because of you. ഈ വാഗ്ദത്തവും നിറവേറി, ഈ അനുഗ്രഹവും നിറവേറി. ഇന്ന് ഇസ്രായേൽ എന്ന രാഷ്ട്രത്താൽ സകല ലോകരാഷ്ട്രങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉറവിടം ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ രാജ്യമാണ്. എന്തായിരുന്നു ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ? ഈ ഭൂമിയിൽ ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം സ്ഥാപിക്കുക. പാപനിമിത്തം ദൈവത്തിൽ നിന്നും അകന്നുപോയ അല്ലെങ്കിൽ പാപത്തിൽ നിബന്ധിച്ച മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുക. അവർക്ക് പാപമോചനം നൽകുക, പുത്രത്വം നൽകുക, പരിശുദ്ധാത്മാവിനെ കൊടുത്ത് നിത്യജീവന് അർഹരാക്കുക. അങ്ങനെ ദൈവവുമായി നിത്യമായ ആ കൂട്ടായ്മയിലേക്ക്, ആ ഫെലോഷിപ്പിലേക്ക് അവരെ കൊണ്ടുവരിക. അതായിരുന്നു ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ. അതിനായിട്ടായിരുന്നു അബ്രഹാമിനെയും സന്തതി പരമ്പരകളെയും ഒരു ജനതയായി, ഒരു നേഷനായി ദൈവം സജ്ജമാക്കിയത്. ഒരു വേള അവർക്ക് ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നു, അവിടെ കഴിയേണ്ടി വന്നു. എങ്കിലും സർവശക്തനായ ദൈവം മോശയുടെ നേതൃത്വത്തിൽ അവരെ അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. താൻ അവർക്ക് ശാശ്വത അവകാശമായി കൊടുത്തിരുന്ന ആ കനാൻ നാട്ടിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചു. അവരെ ദൈവം അനുഗ്രഹിച്ചു. സകല ഭൗതികവും ദേശീയവുമായ നന്മകളാൽ അവരെ അനുഗ്രഹിച്ചു. വിത്ത് ഓൾ മെറ്റീരിയൽ ആൻഡ് നാഷണൽ ബ്ലെസ്സിങ്സ് ഗോഡ് ബ്ലെസ് ദം. ചുറ്റുമുള്ള ദേശങ്ങൾക്ക് അവർ ഒരു അനുഗ്രഹമായിരുന്നു. കാരണം ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ കാരണം അവരിൽ കൂടെയാണ് ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കപ്പെടുവാൻ പോകുന്നത്. അനുഗ്രഹം അവിടെ നിന്നാണ് വരുന്നത്. കാരണം അവരുടെ ഒരു ഗോത്രത്തിൽ, അതായത് യഹൂദ ഗോത്രത്തിൽ ലോകരക്ഷകൻ വന്ന് പിറക്കുവാൻ പോകുന്നു. അതായത് പാപത്തിൽ ആണ്ടുപോയ മനുഷ്യന് അവർക്ക് ആത്മരക്ഷയാണ് വേണ്ടത്.
അവർക്ക് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആണ് അത്യാവശ്യം. അങ്ങനെ ആത്മരക്ഷ അവർക്ക് കൊടുക്കണമെങ്കിൽ അവരുടെ പാപം പരിഹരിക്കപ്പെടണം. മനുഷ്യർ ചെയ്യുന്ന യാതൊരു പ്രവൃത്തിയും ആ പാപം പരിഹരിക്കപ്പെടുന്നതിന് ഉതകുന്നതല്ല. പാപമില്ലാത്ത ഒരുവൻ അവരുടെ പാപങ്ങൾ ചുമന്ന് ഒഴിക്കണം. അതിനുവേണ്ടിയാണ് സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യനായി യഹൂദ ഗോത്രത്തിൽ വന്നത്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ സർവ്വലോകത്തിൻ്റെയും സർവ്വപാപവും തന്മേൽ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ ഹോമബലിയായി മാറി. ഈ ഇസ്രായേലിനെ പറ്റി എന്താണ് ദൈവം ഉദ്ദേശിച്ചിരുന്നത് എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 21 വാക്യത്തിൽ നാം വായിക്കുന്നു. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. കാരണം ദൈവത്തിന് വേണ്ടിയാണ് ആ ജനതയെ ദൈവം അവിടെ ആക്കിയിരിക്കുന്നത്. ഒരു നേഷനായി, ഒരു രാഷ്ട്രമായി അവിടെ ആക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്തുതികളെ വിസ്തരിക്കുവാൻ വേണ്ടിയാണ്. അവർ പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ആ നേഷൻ ഉണ്ടായത്? അവരുടെ പൂർവ്വപിതാവായിരുന്ന അബ്രഹാമിനെ ദൈവം എവിടെ നിന്നാണ് വിളിച്ചു കൊണ്ടുവന്നത്? അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന് നന്ദി കരയേറ്റുവാനും സ്തുതി കരയേറ്റുവാനും മാത്രമേ അവർക്ക് അവസരമുള്ളൂ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. ഈ ജനത്തെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് പറഞ്ഞിരുന്നു. ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 19 നാം അത് കാണുന്നു. വേഴ്സസ് 4-6. You have seen what I did to the Egyptians and how I brought you to myself as though on eagle's wings. കഴുകൻ്റെ ചിറകിന്മേലാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. അത് പറയുമ്പോൾ എത്ര വേഗത്തിലാണ് അടിമത്തത്തിൽ പോയിരുന്ന നിങ്ങളെ നിങ്ങളുടെ രാജ്യത്തിലേക്ക് ഞാൻ മടക്കിക്കൊണ്ടുവന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. You have seen what I did to the Egyptians and how I brought you to myself as though on eagle's wings. Now, if you will obey me and keep your part of my contract with you, you shall be my own little flock from among all the nations of the earth, for all the earth is mine. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ ഭൂമിയിലെ സകല രാജ്യങ്ങളിലും വെച്ച് നിങ്ങൾ എനിക്ക് സ്വന്തമായിരിക്കും. മൈ ഓൺ ലിറ്റിൽ ഫ്ലോക്ക്. നിങ്ങൾ ഭൂമിയിലെ സകല രാജ്യങ്ങളിലും വെച്ച് ചെറുതാണ്, പക്ഷേ നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. അതാണ് കർത്താവ് പറയുന്നത്. അത് തന്നെയുമല്ല, ആൻഡ് യു ഷാൽ ബി എ കിങ്ഡം ഓഫ് പ്രീസ്റ്റ് ടു ഗോഡ്. ദൈവത്തിന് അവർ പുരോഹിതന്മാരാണ്. കാരണം ഒരു പുരോഹിതൻ്റെ ജോലി തന്നെയാണ് സർവ്വലോകത്തിനും വേണ്ടി ദൈവത്തോട് അഭയയാചന കഴിക്കുക. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ നിൽക്കുന്നതാണ് പുരോഹിതൻ. അപ്പോൾ ഇസ്രായേലിന് ദൈവം കൊടുത്തിരിക്കുന്ന ആ വലിയ ഡ്യൂട്ടി എന്താണ്? ഒരു പുരോഹിതൻ്റെ ഡ്യൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. കർത്താവ് വീണ്ടും പറയുകയാണ്, യു ആർ എ ഹോളി നേഷൻ. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ വംശമാണ്, വിശുദ്ധ ജനമാണ്. എത്ര നല്ല അനുഗ്രഹമാണ് സഹോദരങ്ങളെ ഈ ഇസ്രായേൽ രാഷ്ട്രത്തിന് ദൈവം കൊടുത്തിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിന് മുമ്പായി കൊടുത്ത അനുഗ്രഹമാണിത്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിന് ശേഷം തൻ്റെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ചെയ്തതിന് ശേഷം, മനുഷ്യനെ വീണ്ടെടുത്തതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ എന്താണ് ഈ ജനതയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെയും പറ്റി പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.
കാരണം യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അവൻ്റെ ആ കാൽവറി മരണത്തിൽ നാം വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ, അതായത് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്, നമ്മുടെ പാപങ്ങൾ അവൻ ചുമന്നൊഴിച്ചു, അല്ലെങ്കിൽ നാം പാപത്തിൽ മരിക്കുമായിരുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പക്ഷെ ആ പാപത്തിൽ നിന്ന് നമ്മെ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം രക്ഷിച്ചു. അവൻ മരിച്ച് കബറടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിന്ന് സ്വർഗത്തിലിരിക്കുകയാണ്. നമുക്ക് വേണ്ടി അവൻ ജീവിക്കുകയാണ്. നമ്മെ ചേർക്കുവാൻ അവൻ വീണ്ടും വരുന്നു. അപ്പോൾ ഈ യേശുക്രിസ്തു എന്താണ് മാനവജാതിക്ക് വേണ്ടി ചെയ്തത്, അത് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ഇതുപോലെയുള്ള അവകാശമാണ് ദൈവം നൽകിയിരിക്കുന്നത്. അത് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. 1 Peter chapter 2 verses 9 and 10. For you have been chosen by God himself. You are priests of the King. You are holy and pure. You are God's very own. All this so that you may show to others how God called you out of the darkness into his wonderful light. Once you were less than nothing. Now you are God's own. Once you knew very little of God's kindness. Now your very lives have been changed by it. പൗലോസ്ലിഹ നമ്മോട് പറയുന്നത്, യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അവൻ്റെ രക്ഷയിൽ ആയിരിക്കുന്ന നാം ഓരോരുത്തരും നാം വിളിക്കപ്പെട്ടവരാണ്. രാജകീയ പുരോഹിത വർഗമായി നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പഴയ നിയമ ഇസ്രായേലിനെ പോലെ നാമും ഇസ്രായേലാണ്, പുതിയ നിയമ ഇസ്രായേൽ. എന്താണ് നമ്മുടെ വിളി? പൗലോസ്ലിഹ പറയുന്നത്, നിങ്ങളെ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാനാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ വിളി വലുതാണ് സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ സ്തുതിയെ വിവരിപ്പാൻ, അവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാനാണ് ഈ ലോകരാഷ്ട്രങ്ങളുടെ നടുവിൽ ഒരു ചെറിയ രാജ്യമായി, എ ലിറ്റിൽ ഫ്ലോക്ക്, ഒരു ചെറിയ ആട്ടിൻകൂട്ടമായി നിർത്തിയിരിക്കുന്നത്. ലോകം ദർശിക്കുന്ന ഇസ്രായേലിനുള്ള മഹത്വം, അല്ലെങ്കിൽ എന്തിനാണ് അവരെ ദൈവം തിരഞ്ഞെടുത്തത് എന്ന് നാം ഇപ്പോൾ കണ്ടു. കിൻഡർഗാർട്ടൻ അറ്റ് ബെഥസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.